ഷിഫ്റ്റിംഗ് ചിലവ് കൂടിയ പ്രോസസ് ആണല്ലോ. അപ്പൊ എങ്ങനെ ചെലവ് കുറച്ച് നിങ്ങളുടെ പണം സേവ് ആക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു സോളിഡ് പ്ലാൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഉണ്ടാവുന്ന ചിലവിന് കയ്യും കണക്കുണ്ടാവില്ല. ഷിഫ്റ്റിങ്ങിന്റെ ടൈമിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാക്സിമം വാങ്ങി കൂട്ടാതിരിക്കാൻ ശ്രമിക്കാം. അധിക ചിലവ് നിങ്ങളുടെ ബജറ്റിന് താളം തെറ്റിക്കും. പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിന്റെ സർവീസ് ചൂസ് ചെയ്യുന്നത് ഷിഫ്റ്റിങ്ങിന്റെ ചിലവ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഇനിയും വഴികളുണ്ട് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഷിഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം പീക്ക് മൂവിംഗ് സീസൺ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ ടൈമില് സർവീസ് പ്രൊവൈഡേഴ്സിന് അധികം വർക്ക് ഇല്ലാത്ത ഒരു സമയം ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ മൂവിങ്ങിന് കൂടുതൽ അറ്റൻഷൻ തരാനായിട്ട് പറ്റും. കൂടാതെ ഈ ഒരു ടൈമില് നിങ്ങൾ റേറ്റില് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. സെക്കൻഡ് തിങ്, പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാതെ മാക്സിമം കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ലിനൻസ്, ടവൽസ്, ന്യൂസ് പേപ്പേഴ്സ്, പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അധിക ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം മനസ്സിലുണ്ടാവണം, നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചാലും ഡാമേജ് ഇല്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ. 3, ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഉപയോഗിക്കാത്ത സാധനങ്ങളും അതേപോലെ ഒരേ ഐറ്റം എക്സ്ട്രാ വരുന്നതായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. അടുത്തത്, പാക്കേഴ്സ് ആൻഡ് മൂവർ സർവീസ് മുൻകൂട്ടി റിസർവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ചാർജിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് ലഭിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഷിഫ്റ്റിങ്ങിന്റെ പ്ലാനിങ്ങും സ്കെഡ്യൂളിങ്ങും ഒക്കെ ടൈം എടുത്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ സർവീസ് പ്രൊവൈഡേഴ്സിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 3-4 പേരെ സെലക്ട് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ഒരു ഫെയർ റേറ്റിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അഞ്ചാമതായിട്ട്, ഒരു ബജറ്റ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം. അത് നിങ്ങളുടെ ചെലവ് എന്തൊക്കെയാണെന്നും പിന്നെ ആ ചെലവ് ട്രാക്ക് ചെയ്യാനുമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അധിക ചെലവ് ഒഴിവാക്കാനും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കാനും ഒക്കെ ഈ ബജറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.